ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വയനാട്ടിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഷിബു ജോസറിൻ്റെ ഗാർഡൻ വിശേഷങ്ങളാണ്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻസായിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ട് 2 വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സും നമ്മൾ കാണിക്കുന്നുണ്ട്. സാറിൻ്റെ വീടിൻ്റെ അകത്തളത്തിൽ ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് എയർ പ്യൂരിഫയിങ് ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഷിബു സാറിൻ്റെ പ്ലാന്റ്സ് എല്ലാം സെയിലിനുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സാറിന് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ കാണുന്ന ബാംബൂ ഷെയ്ഡ്സ് എല്ലാം സെയിലിനുള്ളതാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ കാണുന്നത് സിങ്കോണിയത്തിലെ ആരോ ഹെഡ് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ആഫ്രിക്കൻ എവർഗ്രീൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നത് ബോസ്റ്റൺ ഫേൺ ആണ്. ഇത് നല്ല ബുഷി ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട്. ആന്തൂര്യത്തിൻ്റെ ഫോളിയേജ് പ്ലാന്റ്സ് എല്ലാം ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫോളിയേജ് പ്ലാന്റ്സും ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ടർട്ടിൽ വൈൻ നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ വാണ്ടറിങ് ജൂ, ടാങ്കിൾ ഹാർട്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ കണ്ടായിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന വാണ്ടറിങ് ജൂ ആണ്. നല്ല ബുഷി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ചും കൂടെ നല്ല ബ്രൈറ്റ് റെഡ് കളറിലാണ് കാണുന്നത്. ഇത് കൂടുതലും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്ന ക്രീപ്പിംഗ് പ്ലാന്റിൻ്റെ പേരാണ് തുംബേർജിയ മിസോറിൻസിസ് എന്നുള്ളത്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ വരുന്നത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പ്ലാന്റ് ഹാങ് ചെയ്തിടാൻ. എന്നാൽ മാത്രമേ നിറയെ പൂക്കൾ തരത്തുള്ളൂ. ഇത് ഷിബു സാറിൻ്റെ ഇളയ മകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു തെറ്റ് പറയുകയുണ്ടായി. സാറിന് 3 കുട്ടികളാണ് ഉള്ളത്. ഞാൻ 2 കുട്ടികളുടെ കാര്യമേ മെൻഷൻ ചെയ്തുള്ളൂ. സാർ എന്നോട് ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ആഫ്രിക്കൻ വയലറ്റ്. ഇതിൻ്റെ പല ഷെയ്ഡ്സിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് നഴ്സറിയിൽ അവൈലബിൾ ആണ്. അതുപോലെ സാറിൻ്റെ വീട്ടിൽ വിരിഞ്ഞ റോസാണ്. ഒരു സ്റ്റെമ്മിൽ തന്നെ 5 റോസാണ് വിരിഞ്ഞിരിക്കുന്നത്. സാറിൻ്റെ ഇവിടെ ഒരുപാട് ബൊഗെയിൻവില്ല കാണാൻ സാധിക്കും. ഇപ്പോൾ എല്ലാം പ്രൂൺ ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സ് വന്നു തുടങ്ങിയതേ ഉള്ളൂ. സർ ഓരോ ചെടികളുടെയും പോട്ടിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം ആദ്യത്തെ പാർട്ട് 1 വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇത് സാറിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പാർട്ട് 1 വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കുക. നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഓരോ പ്ലാന്റ്സിൻ്റെയും പേര് പറയുന്നത്. ഈ കാണുന്ന ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ കാണുന്നത് സാറിൻ്റെ വാട്ടർ ലില്ലി കളക്ഷൻസ് ആണ്. വളരെ മനോഹരമായിട്ട് വലിയൊരു ബേസിലാണ് സാർ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സാറിൻ്റെ വീട്ടിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇവിടെ എൻട്രൻസ് കയറി ചെല്ലുന്ന ഭാഗത്ത് കുറച്ച് മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് ആണ്.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്പൈഡർ പ്ലാന്റ്സ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൻ്റെ ഒരു ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട്. അതുപോലെ സെൻസവേരിയ, നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ മദറിൻ ടങ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇതും സെൻസവേരിയയുടെ കുറച്ചും കൂടെ ബുഷിയായിട്ട് തോന്നിക്കാനായിട്ട് 2-3 പ്ലാന്റ്സ് ഒരുമിച്ചാണ് നട്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ബേർഡ്സ് നെസ്റ്റ് പ്ലാന്റ് ആണ്. നല്ല ഒരു സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. കോർണറിൽ വെച്ചിരിക്കുന്നത് ലക്കി ബാംബു ആണ്. അതുപോലെ തന്നെ സാറിൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് നല്ല ബുഷിയായിട്ട് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് കാണാൻ സാധിക്കും. വാട്ടർ ബാംബു ആണ് കൂടുതലായിട്ടും ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ പകൽ സമയത്ത് നല്ല പോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട്. ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സായിട്ട് വരുന്ന എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ബോസ്റ്റൺ ഫേൺ. അതിന് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യവുമില്ല. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. ഇവിടെ വെച്ചിരിക്കുന്നത് CC പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന ഫിലോഡെൻഡ്രോൻ്റെ ബർക്കിൻ പ്ലാന്റ് ആണ്. അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിളും ചെയർസും ഒക്കെ ഇട്ടിരിക്കുന്ന കാരണം കുട്ടികൾക്ക് വന്ന് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. ഇപ്പം ഗസ്റ്റ് വരുവാണെങ്കിൽ പോലും അവർക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിലും ഇതുപോലെ ചെറിയ കോർണേഴ്സ് അല്ലെങ്കിൽ ബാൽക്കണീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ പ്ലാന്റ്സ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എയർ പൊല്യൂഷനും അതുപോലെ തന്നെ പൊടികളൊക്കെ പുറത്തുനിന്ന് ധാരാളം അകത്തേക്ക് കടക്കാതിരിക്കാനും ഒക്കെ ഈ പ്ലാന്റ്സ് സഹായിക്കും. അതുപോലെ നല്ല ഒരു ഫീലാണ് മോർണിംഗിൽ നമ്മളിവിടെയൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു റിലാക്സിങ് മൂഡും കൂടെയാണ് നമുക്ക് തരുന്നത്. ഇത് അഗ്ലോണിമയുടെ സ്റ്റാർ ഡസ്റ്റ് ആണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ അകത്ത് വേരിയേഷൻസും നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഐവി ഹാർട്ട് ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാം, അരേക്ക പാമിൻ്റെ മിനിയേച്ചറാണ് കാണുന്നത്. ഇത് നമ്മൾ ചെറിയ പോട്ടിലാണെങ്കിൽ അത് ചെറിയ ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. വലിയ പോട്ടിലേക്ക് വെക്കുമ്പം അത് നല്ലൊരു ഗ്രോത്താണ് കാണിക്കുന്നത്. ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന ഫിലോഡെൻഡ്രോൻ്റെ പ്ലാന്റും അതുപോലെ CC പ്ലാന്റുമാണ് വെച്ചിരിക്കുന്നത്. സമയമില്ലാത്തവർക്ക് നല്ല ഒരു പ്ലാന്റാണ് CC പ്ലാന്റ്. കാരണം ഇതിന് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല, എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീടിൻ്റെ അകത്ത് ഇൻഡോറായിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് സാഗോപാം. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റിലും ഇൻഡയറക്റ്റ് സൺലൈറ്റിലും നന്നായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുമാത്രമല്ല നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടെയാണിത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു അക്വേറിയം വെച്ചിട്ടുണ്ട്.
വീട്ടിലുള്ള എല്ലാവർക്കും പ്ലാന്റ്സ് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും പ്ലാന്റ്സൊക്കെ വെക്കുന്നതും അതുപോലെ തന്നെ ചെടികൾ നടാനും ഒക്കെ നല്ല താല്പര്യമാണ്. ബെഡ്റൂമിൽ സർ വെച്ചിരിക്കുന്നത് ലക്കി ബാമ്പും അതിനോടൊപ്പം തന്നെ ഫിലോഡെൻഡ്രോൻ്റെ എറൂബാസിൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലാന്റാണ്. എറൂബാസിൻസിന് കൂടുതൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഷെയ്ഡ് ലവിങ് ആണ് ആ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് അതിൽ ഒരുപാട് ആ ഫോളിയേജിൽ വന്നു കഴിഞ്ഞാൽ ആ ഇലകളെല്ലാം മഞ്ഞിച്ചു പോകുന്നതായിരിക്കും. ഇവിടെ ചെറിയ ക്യൂട്ടായിട്ടുള്ള പോട്ടിൽ വെച്ചിരിക്കുന്നത് സെൻസവേരിയാണ്. ഇതിനാവുമ്പോഴും ഒരുപാട് ലൈറ്റിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് വെള്ളവും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണത്. ഇവിടെ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കെയിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാറിൻ്റെ അയൺ സ്റ്റാൻഡുകളൊക്കെ അതുപോലെ പോട്ട്സും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം ഒരു വൈറ്റ് ഷെയ്ഡിലാണ് പോട്ട്സ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ കിച്ചൺ ഏരിയയിലും കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. സി പ്ലാന്റ്, ലക്കി ബാമ്പു, അതുപോലെ ഫിലോഡെൻഡ്രോൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെയും കിച്ചണിൽ കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ്, ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ പ്ലാന്റ്സ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്കും അതുപോലെ നമുക്കൊരു സന്തോഷമാണ്. പ്ലാന്റ്സ് അവിടെ ഇരുന്ന് നമുക്കത് കാണുകയും ഒക്കെ ചെയ്യുമ്പം അതുമല്ല ആ ഒരു കിച്ചണിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറിക്കിട്ടും. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഓരോ റൂംസ് എടുത്താലും നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല വലിയ പ്ലാന്റ്സ് വെക്കാൻ പറ്റും. ഇത് ഡ്രസീനിയ പ്ലാന്റ് ആണ്. നമുക്ക് കോർണേഴ്സൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പ്ലാന്റ്സും നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷ് ഐവി പ്ലാന്റ് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഹൗസ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ വേരിയേഷൻസ് ഒക്കെ മാറി കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളറിൽ വരും. അപ്പം ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റും എയർ പ്യൂരിഫയിങ് പ്ലാന്റും കൂടിയാണ്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് സൈപ്രസ് അൾട്രിഫോർണിയസ് എന്ന് പറയുന്നത്. ഇതിന് അംബർല പാം എന്ന് അതുപോലെ തന്നെ അംബർല ഗ്രാസ് എന്നൊക്കെ പറഞ്ഞ പേരുകളിലാണ്. ഇത് ഡയറക്റ്റും ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ ഒരുപോലെ നല്ലതായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. ഇനി നമുക്ക് ഔട്ട്ഡോർ കാഴ്ചകൾ കാണാം. ഇത് വന്നിട്ട് വാട്ടർ പോപ്പി പ്ലാന്റാണ്, അക്വാറ്റിക് പ്ലാന്റ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇത് വന്നിട്ട് പെരനിയൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് മെക്സിക്കൻ ക്രീപ്പ അല്ലെങ്കിൽ കോറൽ വൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് കാണാറുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് എഡിബിളാണ്, ഭക്ഷ്യയോഗ്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചെറിയ പുളിപ്പോട് കൂടിയാണ് വരുന്നത്. ഈ ഫ്ലവേഴ്സിൽ കാണുന്ന ആ റോസ് കളറാണ് എന്നെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന വാട്ടർ ലെറ്റസ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ക്യാബേജ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെറിയ ചെറിയ പോണ്ടിലും ഒക്കെ നമ്മൾ വളർത്തുന്നതാണ്. മീനുകളെല്ലാം വളർത്തുന്നവർ എപ്പോഴും ഈ ഒരു പ്ലാന്റ് പോണ്ടിലിടാറുണ്ട്. ഇതിന് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ഫിഷ് പോണ്ടാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇടരുത്. അത് മീനുകൾക്ക് ഓക്സിജൻ ലെവൽ കിട്ടാനുള്ള ഇത് കുറഞ്ഞു വരും. അതുകൊണ്ട് കുറച്ച് മാത്രം, ഒരു സൈഡിലായിട്ട് കുറച്ച് മാത്രം വളർത്തുന്നതാണ് നല്ലത്.
ഇത് വന്നിട്ട് സാറ്റിൻ പോത്തോസ് അല്ലെങ്കിൽ സിൽവർ വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതൊരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ സോയിലിൽ വന്നിട്ട് നമ്മൾ വെൽ ഡ്രെയിൻഡ്, നല്ല വെള്ളം വാർന്നു പോകാവുന്ന തരത്തിലായിരിക്കണം ഇതിൻ്റെ പോട്ടിംഗ് വരേണ്ടത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ബിഗോണിയ വാട്ടർമെലൺ അല്ലെങ്കിൽ പെലോണിയ റിപ്പൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ ട്രെയിലിംഗ് ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ്. ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് സെറോപീജിയ വുഡിയായി എന്നുള്ളത്. ഇത് സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. നല്ല പോലെ വളർന്ന് താഴോട്ട് കിടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു പ്ലാന്റാണ്. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ കണ്ടായിരുന്നു സെൻസവേരിയയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സാറിൻ്റെ കയ്യിൽ. ഈ കാണുന്ന ഈ ഒരു പോട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഒരുമിച്ചാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മോൺസ്റ്റർ പ്ലാന്റ്സ് ഒക്കെ തന്നെ ലീവ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ളതുണ്ട്. അതുപോലെ ചെറിയ മിനിയേച്ചർ ടൈപ്പിലുള്ളതുണ്ട്. പല കളക്ഷൻസാണ് സാറിൻ്റെ കയ്യിലുള്ളത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ പിങ്ക് പ്രിൻസസ്. വളരെ റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ഗ്രീൻ ആയിട്ട് മാറും. വേരിയേഷൻസ്, ആ പിങ്ക് കളർ വേരിയേഷൻസ് ഒത്തിരി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ അറ്റ്ലീസ്റ്റ് 6 hours എങ്കിലും വെക്കുക. ഫോളിയേജ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് ഇഷ്ടമാവും. കാരണം പെപ്രോമിയയുടെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. സാറിൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിരിക്കുന്ന തുമ്പേജിയ മിസോറിസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് പേൾസ്, ബ്യൂറോസ് ഡേല, അതുപോലെ ആന്തൂര്യത്തിൻ്റെ ഫോളിയേജ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാറിന് മെസ്സേജ് അയയ്ക്കുക. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കാൻ സാധിക്കും. ഈ കാണുന്ന എല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം കാണിക്കുന്നത്. സാറിൻ്റെ വീട്ടിനോട് ചേർന്ന് തന്നെയാണിത്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സാർ ഏകദേശം ഒരു 2.5 കൊല്ലം കൊണ്ടാണ് ഈ പ്ലാന്റ്സ് എല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കാണുന്ന ടേബിളും ചെയർസൊക്കെ സാറിന് സെയിലിന് വെച്ചിരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ സാറിൻ്റെ ഒരു നല്ല കളക്ഷനാണ് സെൻസവേരിയയുടെ. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റീസിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ സാറുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. നമ്മൾ ആ വീഡിയോ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.